അപ്പം നമ്മുടെ നല്ല അടിപൊളി പച്ച തേങ്ങ അരച്ച് വെച്ച ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാർ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നല്ല പച്ച തേങ്ങ നമ്മൾ വറുത്തരച്ചല്ല, പച്ച തേങ്ങ അരച്ച് വെച്ച ബീഫ് കറിയാണ്. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പം നമ്മൾ പച്ച തേങ്ങ അരച്ച ഒരു ബീഫ് കറി തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ വറുത്തരച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളിപ്പം പച്ച തേങ്ങ അരച്ച് അടിപൊളിയായിട്ടൊരു ബീഫ് കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിനകത്തിട്ടിടാം. എടുക്കില്ല. നമ്മളൊരു 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളകും പിന്നെ ഒരു 10-50ഓളം ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചെടുത്തതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണോളം ഉപ്പ്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. തറയിൽ പോവാതെ ചെയ്യണം. ഞാൻ കരണ്ടി മാറ്റിയിട്ട് കൈ ഉണ്ടാക്കി, എങ്കിലും ഇത് അടി വരെ പോത്തു. അപ്പൊ നമ്മളെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. കുക്കർ നടക്കാം. അപ്പൊ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 7-8 ഫിസിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ 9ാമത്തെ ഫിസിലാണ് അടിച്ചത്. ഇതോടെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു ടീസ്പൂണോളം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ടു. കുറച്ച് കരിവേപ്പില ഒന്ന് മിക്സ്. ഇനി നമുക്ക് അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണോളം മുളക് പൊടി. അതേ രീതി തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. നമുക്ക് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കും. ഇനി നമ്മൾ ചേർക്കാനുള്ള മെയിൻ ആയിട്ടുള്ള പച്ച തേങ്ങ അരച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കും. അരിപ്പും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനകത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതല്ലേ അപ്പൊ നമ്മുടെ നല്ല അടിപൊളി പച്ച തേങ്ങ അരച്ച് വെച്ച ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാർ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നല്ല പച്ച തേങ്ങ നമ്മൾ വറുത്തരച്ചല്ല, പച്ച തേങ്ങ അരച്ച് വെച്ച ബീഫ് കറിയാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് മേളില് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി.